ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പാട്ട് തപ്പിപ്പിടിച്ച് വീഡിയോയിലിടുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ 2 വരി പാടിയാൽ പോരെ. അതാകുമ്പം നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റാണ്, എനിക്കും ഒരു എൻ്റർടൈൻമെൻ്റാണ്. എന്ത് വിധി ഇത് ചോദിച്ചിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, വല്ലാത്ത ചതി ഇത്. സത്യ ഓർക്കാപ്പുറത്തെൻ്റെ പിന്നീന് അടിയത്. സംഭവം എന്താണെന്നറിയോ? കണ്ണെല്ലാം കണ്ടില്ലേ? ഈ ഗുരുവായൂർ പോകുന്ന എൻ്റെ തലേ ദിവസം എന്താണെന്നറിയില്ല, നസ്രിയ പറഞ്ഞതിൻ്റെ അതിരിയാ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഫീലാണ്. ഭയങ്കര ടെൻഷനാണ്, ആദ്യം ഒരു എക്സൈറ്റ്മെൻറ്റ്. അതെനിക്ക് ഇതിനു മുമ്പ് തോന്നിയത് എപ്പോഴായിരുന്നു എന്നറിയോ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ ഓരോ ലൈൻ ഉണ്ടാവുമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് അവരുടെ ഉടുമ്മലുണ്ടാവുമെന്ന് കരുതിയിട്ട് ബുക്കൊക്കെ തുറന്ന് പൗഡറൊക്കെ എടുത്ത് 2 തലയും ഇങ്ങനെ തട്ടി അടുത്തുള്ള ആളോട് പൗഡർ ഇട്ടതോ പോരായിട്ട് ഈ ഫ്രണ്ട്സ് സിനിമയിൽ മറ്റേ ശ്രീനിവാസൻ ഒരുതുന്നൊരുത്തണ്ടല്ലോ, അമ്മാതിരി തട്ടത്തോണ്ട് ഒരുതുകയും ചെയ്യും. എന്നിട്ട് അടുത്തുള്ള കുട്ടീനോട് ചോദിക്കും, മുഖത്തുണ്ടോ പൗഡർ? അവസ്ഥയാ. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഫീലിലേക്ക് പോകുന്നത് ഇപ്പയാ. റൊമാൻസൊക്കെ വന്നു തുടങ്ങി. ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്കെന്താണെന്നറിയില്ല, ഉറങ്ങാൻ പറ്റൂല എന്നല്ല, ആരെയോ മിസ് ചെയ്യുന്ന പോലെ, ആരോ കാത്തിരിക്കുന്ന പോലെ, അങ്ങനെ എന്തൊക്കെയോ. ആ നടയിലൊന്ന് എത്തി കണ്ണനെ ഒന്ന് കണ്ട ആ ഒരു 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 എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. കവി അല്ലാത്തത് കൊണ്ട്, കവിത എഴുതാനേ അറിയാത്തത് കൊണ്ടും വർണ്ണിക്കാൻ ഞാനില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂർ നാളെ പോകുന്നല്ലോ എന്ന് ഇന്നലെ ചിന്തിച്ചത് കൊണ്ട് ഉറങ്ങിയില്ല. ഉറങ്ങാത്തത് കൊണ്ട് വന്നു എൻ്റെ ജീവിതത്തിലെ വില്ലൻ, മൈഗ്രേൻ. ഇംഗ്ലീഷിലൊക്കെ പറയാൻ ഭയങ്കര, മലയാളത്തിൽ ചെന്നിക്കുത്ത്. നമുക്ക് മലയാളം മതി. അപ്പം ചെന്നിക്കുത്ത് വന്നു. വീട്ടിലെത്തി നോക്കുമ്പം ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥ. 1-2 ടാബ്ലറ്റ് ഞാൻ കഴിച്ചു, ഒന്ന് പോയി മയങ്ങാൻ നോക്കി, മയങ്ങിയില്ല. പിന്നീട് കട്ടൻ കുടിച്ചു നോക്കി, മാറിയില്ല. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥ. ഇനി പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചാലേ ലവം പോവുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. കളി കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഇന്ന് പോയ വീഡിയോസൊന്നും ഇന്ന് പോസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് വയ്യ. അത് എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ നോക്കി നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. അതിനെക്കാട്ടിലും വിഷമമായത് എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ, ഇനി ഈ ഒരു വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ താഴെ തന്നെ എന്തോരം തെറി വിളിച്ചിട്ടും മതിയാവാത്തൊരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊക്കെ അത്രമേൽ തെറി വിളിക്കും. എന്നാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ, അത് ഒഴിവാക്കിയെന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് മനസ്സിലായി, എടോ എന്നെ തെറി വിളിക്കുന്നവർ മാത്രമല്ല എടോ, എന്നെ സ്നേഹിക്കുന്നവരും ഉണ്ട്. വാട്സപ്പിൽ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ, യൂട്യൂബിൽ ഞാൻ നോക്കാറില്ല, മെയിലും നോക്കാറില്ല, മറ്റേ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറേ എനിക്കില്ല. ഈ 2 ഭയങ്കരമായിട്ട്
വാട്സപ്പിനകത്ത് ഞാൻ സേവ് ചെയ്തതും സേവ് ചെയ്യാത്തതും ഒക്കെ ആയിട്ട് 10, 100, 1000 എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ആൾക്കാർ എന്തായാലും ഒരു 250, 300 മെസ്സേജിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി തീർക്കുക എന്ന് പറയുമ്പം എൻ്റെ ഒരു യുഗം അവിടെ വീണ്ടും തീരും. യെസ്, എൻ്റെ ഒരു യുഗം അവിടെ വീണ്ടും തീരും. കണ്ണിൻ്റെ അവസ്ഥ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ, തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താക്കി, ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. നല്ല തലവേദനയാണ്, തുമ്മലുണ്ട്, പറ്റിച്ചേ, നല്ല തലവേദനയാണ്, നിങ്ങൾക്ക് ആർക്കും മറുപടി കിട്ടാൻ പോണില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കാണുമെന്ന് വിചാരിക്കാം. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഞാൻ നമ്പർ സേവ് ചെയ്യാത്ത, എനിക്ക് പരിചയമില്ലാത്ത, ഒരിക്കൽ പോലും കോണ്ടാക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അവർ വിചാരിക്കില്ലേ ഞാൻ ചാടക്കാരിയാണെന്ന്. അപ്പോൾ അവർക്കും കൂടിയുള്ളൊരു മറുപടിയാണ് ഇത്. നല്ല തലവേദനയാണ്, സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാത്ത തലവേദനയാണ്. അപ്പോൾ ഇനി വീഡിയോ എടുക്കുമ്പോൾ സ്ക്രീനിലേക്കല്ലേ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അങ്ങനത്തെ തലവേദനയായിട്ട് നിൽക്കുകയാണ്. ആ വിഷയത്തായിട്ട് പിന്നീട് മറുപടി ഞാൻ തരുന്നുണ്ട്, ജാടയായിട്ടല്ല, അതും കൂടി ഒന്ന് പറയാം. അപ്പം അങ്ങനെയാണ്. എന്നെ കണ്ടാൽ തലവേദനക്കാരിയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും പറയും, തലവേദനയായ 2 കണ്ണും ഇറുകിപ്പോവും. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനും ഒഴിവില്ലടോ, വെയിൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ചില ഹോസ്പിറ്റലുകാർ ഇപ്പോൾ പടിക്ക് പുറത്ത് എന്ന് പറയും, വീട്ടിൽ ചോദിച്ചാൽ മതി എന്ന് ചില ഹോസ്പിറ്റലുകാർ പറയും. നരമ്പ് കിട്ടിയില്ലേ, ആദ്യം ഒരു 4-5 കുത്തലൊക്കെ ഒരു കോൺഫിഡൻറ്റോട് കൂടെ കുത്തും. 5 കഴിഞ്ഞ് 6-ാമത്തേന് ഇപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത ഹോസ്പിറ്റലുകാർ വൈക്കൽക്ക് എത്തുമ്പോഴേക്ക് വേണ്ട, നിനക്ക് ഞരമ്പില്ല, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഇത്രയും വലിയൊരു നിർഭാഗ്യവതി ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഏതായാലും ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ല തലവേദന. സന്തോഷം കൂടിയാലും ഉണ്ടാവുകയെ. ഇപ്പം പറയും പടച്ചോൻ തന്നതാ. പടച്ചോനല്ലാതെ വേറെ ആർക്കെങ്കിലും സുക്കേട് തരാൻ പറ്റുമോ? ഇവരെയൊക്കെ ഇപ്പോൾ വർത്താനം കേൾക്കുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നത്. ഇവർ ഒന്ന് കഴിഞ്ഞ് 2-ാമത്തേന് പറയും ദൈവം തന്നതാ, ദൈവം തന്നതാ. ഇതൊക്കെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റൂല. അസാമാന്യ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു മനുഷ്യന്മാരായിപ്പോലും മനുഷ്യന്മാരെ നിങ്ങൾ. ഏതായാലും ദൈവം തന്നത് തന്നെയാ, അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചിട്ടേ പോവുള്ളടി എന്നുള്ള കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരോടും വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. മറുപടി തരാത്തത് തലവേദനയായിട്ടാണ്. ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പം എല്ലാവരോടും ബൈ പറയാണ്. ബൈ ഫ്രം ജസ്ന സലീം. ടാ